ന്യായപ്രമാണത്തിൻ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ കണ്ണു തുറന്നു തരൂ. കാണുവാൻ കണ്ണു തുറന്നു തരൂ. ന്യായപ്രമാണത്തിൻ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ കണ്ണു തുറന്നു തരൂ. കാണുവാൻ കണ്ണു തുറന്നു തരൂ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 32:8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കഴുതയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ പോഷിച്ച് ഉല്ലസിപ്പിൻ. ആമേൻ. സ്തോത്രം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എത്ര സത്യമാണ്! തിരുവചനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവസനത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വചനത്തിലേക്ക് നോക്കുമ്പോൾ ആ വചനം നമ്മളെ ക്രിയ ചെയ്യും. ദൈവമക്കളെ, നമുക്ക് ചെയ്യേണ്ടത് ചെയ്യരുത് എല്ലാം ദൈവം വെളിപ്പെടുത്തി തരും. പോകേണ്ട വഴി നമുക്ക് കാണിച്ചു തരുന്ന ദൈവം നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാര്യത്തിന് വേണ്ടി ചോദിച്ചാലും ഉത്തരം തരുന്ന ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ആശ്രയിച്ചുകൊണ്ട് വചനത്തിലേക്ക് നോക്കിയ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആലോചന ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന മക്കൾക്ക് ആലോചന പറഞ്ഞു തരും. ആ വചനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു ദോഷവും വന്ന് ഭവിക്കില്ല. വചനം കിട്ടിയിട്ടും അതിനെ വിരുദ്ധമായിട്ട് ചെയ്തു പോയാൽ യഹോവയോട് മത്സരിച്ച് ജയിച്ചവരാരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാകുമോ? ദൈവവചനത്തെ അതുപോലെ ആശ്രമിച്ചു പോകാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കഴുതിയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വാസത്തോടെ വചനം കേൾപ്പിച്ചതുപോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ആ വചനമൊന്ന് കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ദൈവമക്കളെ വളരെ അത്ഭുതകരമാണ്. ആലോചന തരുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. എനിക്കാരും പറഞ്ഞു തരാനില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ ഒരിക്കലും ഇടയില്ല. ദൈവമക്കളെ, വചനത്തോട് ചോദിച്ചാൽ ഉത്തരം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. അറിയായ്മയുടെ കാലങ്ങളിൽ നമ്മളിൽ അനവധി കുറവുകൾ വന്നു ഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അദുഷ്ടതയെ വിട്ട് മടങ്ങി വന്നാൽ വരുത്തുവെന്ന് പറഞ്ഞ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചിട്ടുണ്ട്, വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും എന്നാണ് വചനം. എത്ര വാസ്തവം! നമ്മളിതൊക്കെ അനുഭവിച്ചിട്ടില്ലേ? അനുഭവിക്കുന്നില്ലേ? സ്തോത്രം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. അത് ഈ വചനഭാഗം കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയൊരു കാര്യം, നമുക്ക് സന്തോഷിക്കാമല്ലോ. കാരണം നമുക്ക് വേണ്ടി ആലോചന പറഞ്ഞു തന്ന് നമ്മളെ കൈമിടുക്കോടെ നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയല്ലേ. അപ്പം നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കരുതോ? ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവേ കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ കേൾപ്പിച്ച വചനഭാഗത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവെ, അവിടുത്തെ വചനം എൻ്റെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അടിയനും വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഇടയാക്കുന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും ദൈവമേ അങ്ങ് എടുക്കണേ. ആർക്കൊരാപത്തോ അനർത്ഥങ്ങളോ ഒന്നും വന്ന് ഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, വചനം കേട്ടാൽ അതനുസരിച്ച് പോകുവാൻ നിർമ്മലമായൊരു മനസ്സ് തന്ന് ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, വചനത്തോട് മറന്നു നിൽക്കാൻ ആരെയും അനുവദിക്കരുതേ. കർത്താവെ, നല്ലൊരു മനസ്സ് എല്ലാവർക്കും പ്രാപിച്ചെടുക്കാനുള്ള മനസ്സ് കർത്താവെ ദൈവത്തോട് ചോദിച്ച്, അതേ ദാവീദ് രാജാവ് ദൈവസനിൽ അപേക്ഷിച്ചതുപോലെ നിർമ്മലമായ ഹൃദയം നീ എനിക്ക് തരണമേ എന്ന്
അടിയങ്ങളും പ്രാർത്ഥിക്കുന്നപ്പ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതിന് കർത്താവെ നിർമ്മലമായി മനസ്സ് തന്ന് അപ്പൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവെ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ഉത്തരം തരുന്ന ഈ ജീവന്റെ പുസ്തകം കർത്താവെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ, അതിലെ ഉപദേശം കേൾക്കുവാൻ, അതിലെ ആലോചന കേൾക്കുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ വിശ്വസിക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.